നമ്മളിപ്പോൾ എല്ലായിടത്തും കേൾക്കാറുള്ള സംഭവമാണ് ഈ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷേ എന്താണ് ശരിക്കും AI? എന്താണ് AIയും മെഷീൻ ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് മെഷീൻ ലേണിംഗും ന്യൂറൽ നെറ്റ്വർക്കും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് AIയും ജനറേറ്റീവ് AIയും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ AIയിലേക്ക് ഇൻ ഡെപ്ത് ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് ഈ 4 ടേംസ് കറക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് ഒരു ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു റോബോട്ട് ഉണ്ടെന്ന് വെച്ചു. ഹൈലി ഇൻ്റലിജൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ഇൻ്റലിജൻസ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു റോബോട്ട് എന്ന് വെച്ചാൽ പല പല കാര്യങ്ങൾ പെർസീവ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉള്ള, റീസണിങ് എബിലിറ്റീസ് ഉള്ള, അതുപോലെ സ്വന്തമായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ട് ഉണ്ടെന്ന് വെച്ചോളൂ. ബേസിക്കലി മനുഷ്യരെ പോലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് റോബോട്ട്. പക്ഷേ ഈ റോബോട്ട് എങ്ങനെയാണ് സ്മാർട്ട് ആവുന്നത്? അവൻ പല പല എക്സാമ്പിൾസിൽ നിന്നും പഠിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ 5 പക്ഷികളുടെ പടം കാണിച്ചു കൊടുത്തിട്ട് 6മതൊരു പടം കാണിക്കുകയാണെങ്കിൽ ഇവൻ മുമ്പേ കാണിച്ച 5 പക്ഷികളുടെ പടവും പഠിച്ച് അതിൻ്റെ പാറ്റേൺ കണ്ടുപിടിച്ച് 6മത് കാണിച്ച പടം പക്ഷിയുടേതാണോ അല്ലയോ എന്ന് നമുക്ക് പറഞ്ഞു തരും. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യവും അതിൻ്റെ കോഡ് മാറ്റാതെ, നമ്മൾ മാനുവലായിട്ട് കോഡ് മാറ്റാതെ മുമ്പത്തെ എക്സാമ്പിൾസിൽ നിന്ന് അത് പഠിച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ ഒരു ഇൻപുട്ടിന് ഒരു റിസൾട്ട് നമുക്ക് തരും. പക്ഷേ ഈ റോബോട്ട് എങ്ങനെയാണ് സ്വന്തമായിട്ട് പഠിക്കുന്നത്? നമ്മുടെ തലയിൽ ബ്രെയിൻ ഉള്ളതുപോലെ തന്നെ റോബോട്ടിൻ്റെ തലയിലും ഒരു ഇലക്ട്രോണിക് ബ്രെയിൻ ഉണ്ടാകും, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാകും. നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നൽ അയക്കാറുണ്ട്, അല്ലേ? സെൻഡ് ചെയ്യാറുണ്ട്, റിസീവ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോബോട്ടിൻ്റെ ഇലക്ട്രോണിക് ബ്രെയിനിലുള്ള നോട്ട്സ് എന്ന് പറയുന്ന യൂണിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും. സോ ഈ ഇൻ്റർ കണക്ഷൻ വെച്ചിട്ടാണ് ഈ റോബോട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം. പിന്നെ ഈ റോബോട്ട് പഠിച്ച് അവസാനം അവൻ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് തരും. എന്ന് വെച്ചാൽ നമ്മൾ പക്ഷിയുടെ പടം കാണിക്കുമ്പോൾ പക്ഷിയാണെന്ന് പറയാതെ നമ്മൾ അവനോടൊരു പക്ഷിയുടെ പടം ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അവനൊരു പക്ഷിയുടെ പടം സ്വന്തമായിട്ട് ഉണ്ടാക്കി തരും. സോ അതാണ് ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവൻ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹ്യൂമൻ ഇൻ്റലിജൻസിനെ മിമിക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റോബോട്ട് അല്ലെങ്കിൽ മെഷീനിനെ നമുക്ക് AI ആയിട്ട് കാണാം. ഈ റോബോട്ട് പല പല എക്സാമ്പിളിൽ നിന്നും പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് മെഷീൻ ലേണിംഗ് ആയിട്ട് കാണാം. ഇനി എങ്ങനെ അത് പഠിക്കുന്നു? നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു ഡിസിഷൻ എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ റോബോട്ട്, നമ്മുടെ സ്മാർട്ട് റോബോട്ടിൻ്റെ ബ്രെയിനകത്തുള്ള നോട്ട്സിൻ്റെ പല പല ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡിസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തമായി ഓരോ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലുള്ള AI ആണ് ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. ജനറേറ്റീവ് AIക്ക് സ്വന്തമായിട്ട് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാം, സ്വന്തമായിട്ട് വീഡിയോസ് ജനറേറ്റ് ചെയ്യാം, സ്വന്തമായിട്ട് ഫോട്ടോസ് ജനറേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് പറഞ്ഞാൽ അവൻ ജനറേറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ പാട്ടുകൾ വരെ അവന് സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യാം. അതാണ് ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. ഇനി നമ്മൾ AIയിലോട്ട് ഇറങ്ങി ചെല്ലാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ നമ്മളെ ഫോളോ ചെയ്യാനും മറക്കണ്ട.